നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഉച്ചക്കത്തൊക്കെയുള്ള ആയോ? ഞാനിന്ന് ഉച്ചക്കത്തിൽ താമസിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത്തിരി മീൻ കിട്ടിയായിരുന്നു. ഇന്നിവിടെ നമുക്ക് മീൻ വേണ്ട, അപ്പോൾ ഇത്തിരി മീൻ കിട്ടി. എന്നാൽ അതൊന്ന് ശരിയാക്കാമെന്ന് ഓർത്ത്. നമ്മൾ തോട്ടിലെ കരിമീനെന്ന സിലോപ്പിയ എന്നൊക്കെ പറയും. എനിക്കിഷ്ടമുള്ള മീനാണ്. അപ്പോൾ അത് നമുക്ക് കരിമീൻ ഫിഷ് മോളിയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ വയ്ക്കാം. നമുക്ക് വെച്ച് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. മീൻ വെട്ടി കഴുകി വെച്ച് മുളകും ഉപ്പും കൂടി മാത്രം പെരട്ടി വെച്ചിരിക്കുക. വേറെ മഞ്ഞളും ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് 2-3 ഉള്ളൂ, അത്ര വലിയ മീനൊന്നും അല്ല. പിന്നെ തേങ്ങാപ്പാൽ, ഇത് 1-ാം പാല്, ഇത് 2-ാമത്തെ പാല്. കൂടുതൽ സാധനങ്ങളൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇത്തിരി വലിപ്പമുള്ള പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കത്തിക്കാൻ പോവാണേ. ചൂടായി വരട്ടെ. അപ്പം ചട്ടി ചൂടായി. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടാക്കിയല്ല. ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അടുത്ത സാധനം. ഏത് സാധാരണക്കാർക്കും വെക്കാവുന്ന രീതിയിലുള്ള സിമ്പിൾ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ഹൈലൈറ്റ് കറികളൊന്നും എനിക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെറിയ വീഡിയോകളും ചെറിയ ഉള്ള കറികളും ഒക്കെ സാധനങ്ങളാണ് ചെയ്യുന്നത്. വലിയ കറികളോട്ട് ഞാൻ പോവാറില്ല. മൂത്ത് വന്നതിൻ്റെ മണം അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും, ചെറിയ ഉള്ളിയാണ്, ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കും. അത് ഇത്തിരി കൂടുതലല്ല. അതിന് ഇഞ്ചിയും ഒരു സ്വല്പം എല്ലാത്തതിനേക്കാളും എടുക്കുന്നേക്കാളും സ്വല്പം കൂടുതൽ എടുക്കണം. എന്നാലേ ആ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മീൻ കറിക്കൊക്കെ ഒരു ടേസ്റ്റ്. ഇത് നമ്മൾ ഫിഷ് മോളി എന്നൊക്കെ മീൻ പൊള്ളിച്ചതെന്നോ ഒക്കെ പറയാം. മീൻ പൊള്ളിച്ചതെന്നാണ് നാടൻ സ്റ്റൈല്. പക്ഷേ ഇപ്പോൾ പുരോഗതി വന്നപ്പം അത് ഫിഷ് മോളി. ഇത് ഉള്ളി ഒക്കെ മൂത്ത് വരുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കിത് ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടണം. എനിക്ക് കൂടുതൽ ഇഷ്ടം കമൻറ്റ്സ് ചെയ്യണം. പിന്നെ ഫോളോ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ വീഡിയോയ്ക്ക് ഒരു കണ്ണുകൊണ്ട് പോലും ആരും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒരു ലൈക്ക് അടിക്കാനോ പോകുന്നില്ല. എന്നാലും ഞാൻ ചെയ്യുവാണ് കേട്ടോ. എനിക്ക് വേപ്പില ഇത്തിരി കൂടുതൽ ഇട്ടണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇറക്കാൻ നേരത്തും കുറച്ച് വേപ്പില ഇടാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വാടിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഒരു ചുവപ്പ് കളറാകണം. ഒത്തിരി കൂടി വാടട്ടെ, എന്നാലേ കറിക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ. മീനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ വറുക്കാൻ ഇടത്തില്ലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് അപ്പുറവും ഇപ്പുറവും ഒന്ന് ആവി കയറ്റി ഒന്നെടുക്കാം. എന്നാൽ ഒരു വശം ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് മീൻ. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാം മറിച്ചിട്ട് കൊടുക്കും. ഇനി ആ ഒരു വശം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഞാനെടുക്കുന്ന കണക്ക് മൊരിയൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ആവി ഒന്ന് കയറിയാൽ മതി. ഇത്തിരി മൊരിഞ്ഞു പോയാൽ അത് വേറെ ഇതാവും. അത് ഇത്തിരി കൂടി ആകട്ടെ. മുളകും മാത്രമാണ് പെരട്ടി വെക്കുന്നത്. അതിൻ്റെ ബാക്കി മുളക് ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിടാൻ ഞാൻ കാശ്മീരി മുളക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കൊഴുപ്പുണ്ടാകും, കഴിക്കാനും സുഖമാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. കാര്യം അല്ലെങ്കിൽ ആ മുളക് വെറുതെ പോക്കില്ലേ. മുളകിനൊക്കെ ഭയങ്കര വിലയുള്ള സമയമല്ലേ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കും. ആ മുളകിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ഇട്ട് കുറച്ച് മുളകും കൂടി പൊടിയിട്ട് അതിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ. തേങ്ങാപ്പാലാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് നന്നായിട്ട് വടിച്ചൊഴിക്കുക. ഇതൊന്ന് പതിയനെ ഒന്ന് ഇളക്കി കൊടുക്കും. സ്പൂൺ എപ്പോഴും ഇടരുത് കേട്ടോ. സ്പൂണിട്ടാൽ എപ്പോഴും ഇട്ടാൽ അത് പൊടിഞ്ഞു പോകും. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. സ്പൂൺ അരുതേ, പതിയനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കാവൂ. അല്ലെങ്കിൽ അടിയിൽ വന്നു അടി കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് അങ്ങനെ ഇതാക്കിയാൽ മതി.
തീ എന്നിട്ട് തീരെ സിമ്മിലിടണം. സിമ്മിലിട്ടാൽ എണ്ണ നല്ല തെളിഞ്ഞ് വരത്തുള്ളൂ. പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് എണ്ണ തെളിഞ്ഞ് വരത്തില്ല. അതുപോലെ അടിയിലും പിടിക്കും. നമുക്കിതിന് ഒത്തിരി ചാറ് വേണ്ട, നല്ല പറ്റിയിരിക്കണം. ആ മീനെ പിടിച്ചാൽ മീനുമായിട്ട് ചാറ് വരുന്നത് പോലെ തന്നെ ഇരിക്കണം. ഓക്കെ. രണ്ടാമത്തെ പാലിലാണ് ഇത് കിടന്ന് വേകുന്നത്. ഇനി നമുക്കതിപ്പോൾ വറ്റി വന്ന് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. അത് ഒന്നാം പാൽ കുറച്ചേ എടുക്കാവുള്ളൂ. ഉണ്ട്, ഇത് കുറച്ചേ ഉള്ളൂ. ആ പാല് മാത്രം ഒഴിച്ചിങ്ങനെ, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. സ്പൂൺ ഇടരുത് കേട്ടോ, ചുറ്റിച്ചിങ്ങനെ. ഓക്കെ. ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഒന്നാം പാൽ ഒഴിച്ചാൽ ഒത്തിരി തിളപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ മീനും തേങ്ങാപ്പാലും കൂടിയാണ്. ഇത്തിരി നന്നായിട്ട് കിടന്ന് ഒന്ന് തിളച്ചില്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് ഇത് വളിച്ചു പോകും. അതേസമയം നന്നായിട്ട് തിളപ്പിച്ച്, ഒന്നാം പാലാണെങ്കിലും നന്നായിട്ട് തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ നാളെ എടുത്താലും വളിക്കത്തില്ല. തേങ്ങാപ്പാലാണെന്ന് പറഞ്ഞ് വിളിക്കത്തില്ല. ഓക്കെ. അത് നന്നായിട്ടൊന്ന് വറ്റട്ടെ. നോക്കിക്കേ, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് നല്ല കണ്ട നല്ല വറ്റിയിരിക്കുന്നു. ഇതിപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇരുന്നാൽ നല്ല വറ്റിയിരിക്കും. ഓക്കെ. ഇത് നമുക്ക് കുറച്ച് വേപ്പില കൂടി അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കാം. അപ്പം നല്ല ഇത്തിരി വേപ്പില കൂടുതൽ ഇട്ടോണം കേട്ടോ. ഞാനിത് വേപ്പില കഴുകി കുപ്പിയുടെ അകത്ത് ആക്കി കടിയെല്ലാം വൃത്തിയാക്കി ഒടിച്ചെല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരിക്കുക. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത് നമ്മൾ ഇതുപോലെ തന്നെ അയില ഏത് മീൻ കിട്ടിയാലും നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. പ്രത്യേകിച്ച് വേറെ ഒരു കൂട്ടും ഇല്ല, ഇത്രയേ ഉള്ളൂ കൂട്ട്. അപ്പം നിങ്ങളിത് ഫോളോ ചെയ്യുക, ഇത് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പണിക്കപ്പൊടി പോവാണ്. ഇത്തിരി ഇഞ്ചിക്കറി ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു. അത് ഇത്തിരി ഗൾഫിലോട്ട് കൊണ്ടുപോകാനാണ്. ഇത്തിരി ഇഞ്ചിക്കറി കൂടുതൽ വേണം. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വേണം. ഇത്തിരി വെള്ളത്തിലിടാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ പണിക്ക് പോകും. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ. നല്ല അടിപൊളി ഫിഷ് മോളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.